ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇസ്രായേൽ ഇന്ന് ജോർദാനിൽ നിന്നും കൊണ്ടുവന്ന എയ്ഡ് ട്രക്കുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഡൗട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. കാരണം ഈ ജോർദാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു 60% ആൾക്കാർ പാലസ്തീനികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോർദാൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങോട്ട് കടത്തിവിട്ട എയ്ഡിനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാണ്ട് അങ്ങനെ കടത്തിവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ആ ജോർദാൻ്റെ എയ്ഡിനെ തടഞ്ഞത്. പിന്നെ അതുപോലെ ലെബനൻ്റെ ഉള്ളിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി ഒരു ഹിസ്ബുള്ള തീവ്രവാദിയെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. ഇന്ന് ഗാസയ്ക്കുള്ളിൽ 45 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കേട്ടത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. ഗാസയിലുള്ള ഇസ്രായേൽ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ നിർണായകമായിട്ടുള്ള ഒരു ചർച്ച റെഡ് ക്രോസുമായിട്ട് നടത്തിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, 2 ബന്ദികളുടെ പ്രൊപ്പഗൻഡ വീഡിയോ പുറത്തിറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട്, ഒന്ന് ദാവിദ്, ഇനിയൊരു മറ്റൊരാളും കൂടിയുണ്ട്. ആ 2 ബന്ദികളുടെയും അവസ്ഥ അതിഭയാനകമാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് ക്രോസിന്റെ സഹായം തേടിയിരിക്കുന്നത്. റെഡ് ക്രോസ് ഹമാസുമായിട്ട് സംസാരിക്കുമോ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ എന്തായാലും ഇസ്രായേൽ റെഡ് ക്രോസിന്റെ സഹായം തേടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലും ഈ 2 ആൾക്കാരെയും രക്ഷിക്കണം എന്നുള്ള ഒരു ഇതിൽ കാണിക്കുന്ന ഈ ആൾക്കാരുടെ ബോഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അവർക്ക് 10-80 വയസ്സായി നമുക്ക് തോന്നും. പക്ഷേ രണ്ടും തന്നെ 24-26 വയസ്സുള്ള യങ്സ്റ്റേഴ്സ് ആണ് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ 2 പേരെയും മോചിപ്പിക്കുക എന്നുള്ള ഒരു പ്രയോറിറ്റിയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ സ്ട്രാറ്റജി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ട്രംപ് ഡിപ്ലോമസി മാറ്റിക്കുറിക്കുകയാണ്. ട്രംപ് പാകിസ്ഥാൻ ഇസ്ലാമാബാദുമായിട്ട് ചേർന്നുകൊണ്ട് തെഹ്റാൻ വഴി ഒരു നെഗോസിയേഷൻ, ഇറാനെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്ന വാർത്ത. ഇത് മാർക്കോ റൂബിയോ ഒരാഴ്ചയ്ക്ക് മുമ്പ് പാകിസ്ഥാനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇറാനുമായിട്ട് മീഡിയേഷൻ ചെയ്യാൻ സഹായിച്ചതിന് പാകിസ്ഥാന് വളരെയധികം നന്ദി എന്നുള്ള രീതിയിലുള്ള പോസ്റ്റാണ് മാർക്കോ റൂബിയോ ഇട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ടെൽ അവീവ്, ന്യൂഡൽഹി ആ ഒരു ഡിപ്ലോമസി പരാജയപ്പെട്ടതായിട്ട് ഏഷ്യൻ സൈഡിൽ ഒരു ചെറിയ സംസാരമുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു ട്രേഡ്, ഒരു ട്രാൻസാക്ഷണൽ ഇഷ്യൂ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മേഖലകളിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ-US ബന്ധം, നമ്മൾ കാലങ്ങളായിട്ട് റഷ്യയുമായിട്ട് ബന്ധം പുലർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഒരു കാലഘട്ടത്തിനിപ്പുറം നമ്മൾ ഈ ഒരു മോഡേൺ വാർഫെയറിൽ നമ്മൾ അമേരിക്കയുമായിട്ട് ഒരു ബന്ധം പതിയെ മെച്ചപ്പെടുത്തി സ്ലോലി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പാണ് അമേരിക്ക-ഇന്ത്യ ബന്ധം. ആ ഒരു ബന്ധത്തിലേക്ക് ഒരു വിള്ളൽ വീഴ്ത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു അപ്രോച്ച്. എന്താണ് അപ്രോച്ച്? 25% താരിഫ് എന്ന് പറഞ്ഞതാണോ ഒരു ബാഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല, ഒരിക്കലുമില്ല. ഇന്ത്യയെ ഒരു ട്രാൻസാക്ഷണൽ ഓറിയന്റഡായിട്ട് കാണുന്നു അമേരിക്ക. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരു ട്രാൻസാക്ഷണൽ ഓറിയന്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡെഫിസിറ്റ് അല്ലാതെ തന്നെ അമേരിക്കയ്ക്ക് പല രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. അമേരിക്ക വളരെ കൈൻഡ്നെസ്സോടുകൂടി, ഒരു കൺസേണോടുകൂടി ഇന്ത്യ നിങ്ങളിത് മേടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ നിന്ന് ഇന്ത്യ പർച്ചേസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇനി അത് സാധ്യമല്ല. കാരണം ട്രംപ് എന്തോ എതിരാളിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ഇന്ത്യയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം കുറച്ചങ്ങ് നീണ്ട ഒരു അകൽച്ച വീണിരിക്കുകയാണ്. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രാൻസാക്ഷണൽ അപ്രോച്ച്, എറാറ്റിക് ബിഹേവിയർ, ഓവർഫ്ലോ ഓഫ് സപ്പോർട്ട് പാകിസ്ഥാൻ, ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിങ് സപ്പോർട്ടിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം, ഇത് ഇത്രയും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മേഖലകളാണ് ഞാൻ പറഞ്ഞത്. ഇതിലെല്ലാം തന്നെ നിരുപാധികം ട്രംപ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. ചൈനയെ ഗണ്ണിക്കണം എന്നുണ്ടെങ്കിൽ, ചൈനയെ കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഏത് രീതിയിൽ ഓഗസ്റ്റിൽ ക്വാഡ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വരവ് റദ്ദാകുമെന്നാണ് കേൾക്കുന്നത്. ക്വാഡ് സബ്മിറ്റ് ഒരുപക്ഷെ നടന്നാലായി, അത് നടക്കാനുള്ള സാധ്യതയും വളരെ കുറവാണെന്നാണ് ഇപ്പം നമുക്ക് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് അത് മാറ്റിവെക്കുക, ആ ഡേറ്റ് പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇപ്പം തൽക്കാലം അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചേർന്ന് ഇന്ത്യയുമായിട്ട് ചേർന്ന് ഒരു ചർച്ച നടത്താൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട്. പിന്നെ ഏറ്റവും സില്ലി ആയിട്ട് പറയാനുള്ളത്, ഡിപ്ലോമസി എന്താണെന്ന് മനസ്സിലാക്കാത്ത ട്രംപ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുള്ളതാണ്. 1-2 മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഓക്കെയാണ്. അത് ഒരു പ്രശ്നം ഇച്ചിരി വഷളായി കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ അല്ല ശരിക്കും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരായാലും ശരി തന്നെ, അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയാലും ശരി തന്നെ, പിന്നെ അവർ ഡിപ്ലോമാറ്റിക് ചാനലായിരിക്കും ഉപയോഗിക്കുക. ഇതിപ്പം ഏകദേശം ട്രംപ് ട്രൂഡോയുടെ ഒരു അവസ്ഥയിലേക്ക് തരം താഴുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ അപ്പോഴപ്പോഴേ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് മെസ്സേജ് എഴുതുക എന്നുള്ളത്, ബാക്ക് ടു ബാക്ക് ഞാൻ മെസ്സേജ് എഴുതിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്.
അത് ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അട്ടർ ഫെയിലിയർ ആണ്, നോൺസെൻസ് ആണ്. അങ്ങനെ ഒരു ലീഡേഴ്സും ചെയ്യാൻ പാടില്ല. അതുപോലെ പാകിസ്ഥാന് ചെയ്തു കൊടുക്കുന്ന ഫേവർ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമേ തന്നെ 26% ഇന്ത്യക്ക് താരിഫ് ഏപ്രിൽ 2-ാം തീയതി പ്രഖ്യാപിച്ചു, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിട്ട്. അതേസമയം പാകിസ്ഥാൻ 29%. എന്നിട്ട് നേരെ പാകിസ്ഥാന്റെ 29%-ൽ നിന്ന് 10% കുറച്ചിട്ട് 19% ആക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് 1% കുറയ്ക്കാൻ മനസ്സ് വന്നോളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ 1%വും നമ്മൾ പോയി നെഗോഷിയേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് കുറേ ഐറ്റംസിൻ്റെ ബാക്ക് ടു ബാക്ക് നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതിൻ്റെ പേരിലാണ് ആ 1% തന്നെ നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ കാലങ്ങളായിട്ട് തീവ്രവാദം വളർത്തുന്ന, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുക്കുന്ന ട്രംപിനെ നമ്മൾ ഏത് ത്രാസിലാണ് വെച്ച് കാണേണ്ടത്? അത് ഇന്ത്യൻസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ട്രംപിനെതിരെ വന്ന ഒരു വികാരം ആൻറ്റി അമേരിക്കൻ വികാരമായിട്ട് ഇന്ത്യക്കുള്ളിൽ മാറിത്തീരുന്നു എന്നുള്ളത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. ഒരു മാൾഡീവ്സിനൊക്കെ നമ്മൾ കൊടുത്ത മറുപടിയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. നമ്മൾ US ആണെന്നൊന്നും നമ്മൾ നോക്കത്തില്ല, നമ്മളെ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങും. അങ്ങനെ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അമേരിക്കൻ നിലപാട് ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിലും രൂപപ്പെട്ട് വരുന്നതായിട്ടാണ്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു താരിഫ് പ്രഖ്യാപനവും ഇന്ത്യക്കെതിരെയുള്ള പല രീതിയിലുള്ള ട്വീറ്റുകൾക്ക് ശേഷവും ഈ ഒരു വികാരം രൂപപ്പെട്ട് വരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ശരി, ഇന്ത്യ റഷ്യ എടുത്ത് ഓയിൽ മേടിക്കുന്നു, ശരി, ഓക്കെ, അതിൻ്റെ പേരിലാണല്ലോ 25% താരിഫ്. ഇനി അതിലുപരിയായിട്ട് ബ്രിക്സിന് വേണ്ടിയിട്ട് 10%, പിന്നെ എന്തോ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പറയുന്നുണ്ട്, ഒരു 100% എന്തൊക്കെയായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 137%, 135% എങ്ങാണ്ട് ടാക്സ് എന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ. പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പല ആൾക്കാരെ വാടകയ്ക്കെടുത്ത്, പണ്ട് ട്രംപിനോട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ വാടകയ്ക്കെടുത്ത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ പറയിപ്പിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. ഇന്ത്യ റെഡി ടു പേ ദ താരിഫ്. ഇനി ഇപ്പോൾ ഈ താരിഫ് പേ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ വിഷയം നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. ഈ താരിഫ് പേ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി തന്നെ ഏതാണ്ട് 100 ബില്യൺ ഖജനാവിലേക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞു ഈ താരിഫിൻ്റെ ഇനത്തിൽ. അത് ഓൾറെഡി തന്നെ ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ കാനഡ, ചൈന, മെക്സിക്കോ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള താരിഫുകൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ താരിഫ് പേ ചെയ്യുന്ന ആരാണ്? ഈ താരിഫ് പേ ചെയ്യുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നിങ്ങൾ അമേരിക്കൻ ട്രഷറി, നിങ്ങളാണ് ഫോർ എക്സാമ്പിൾ അമേരിക്കൻ ട്രഷറി നടത്തുന്ന ആളെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ രാജ്യത്തിന് വന്ന് ഇറങ്ങുന്ന ഇമ്പോർട്ടിനാണ് ഈ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഈ ഡ്യൂട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്നത് ഏത് രാജ്യം ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ. ചൈനയ്ക്ക് 57%, ഇന്ത്യക്ക് 25%, പാകിസ്ഥാന് 19%, അങ്ങനെ പല രാജ്യങ്ങളും സാധനം വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനങ്ങൾ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ സാധനം ആര് മേടിക്കുന്നതാണ്? ഈ സാധനം മേടിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിൽ നിന്നുള്ള കമ്പനികളാണ് മേടിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഗുഡ്സ്, അവരുടെ ഗുഡ്സ് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് അവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അഥവാ അവർക്ക് കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓരോ ദിവസത്തിലേക്കും അവിടെ ഹാൾട്ട് ചെയ്യുന്നതിന് പെനാൽറ്റി അധികമാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബിൽ ഓഫ് എൻട്രി അനുസരിച്ച് അവർ ഈ അഡീഷണൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് US-ലുള്ള കമ്പനികൾ പേ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേ ചെയ്ത് ഇത് ക്ലിയറൻസ് മേടിച്ച് ഈ സാധനം അവരുടെ രാജ്യത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. മേടിച്ച് ബിൽ ഓഫ് എക്സിറ്റ് അടിച്ച് കസ്റ്റംസിൻ്റെ സ്റ്റാമ്പ് മേടിച്ച് അവർ കൊണ്ടുപോവാണ്. ഈ സാധനം ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത് അവിടെ പോയിട്ട് ഇവർ എന്താണോ ഇവർ പേ ചെയ്തത് ആ എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കുള്ള പ്രോഫിറ്റ് എന്താണ് അതും കൂടെ ചേർത്ത് ഇവരൊരു പ്രൈസ് ടാഗ് ഇടും ആ സാധനത്തിന്. എന്നിട്ടാണല്ലോ ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ സാധനം മേടിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലുള്ള കൺസ്യൂമേഴ്സ്. അപ്പോൾ ശരിക്കും ജനങ്ങളുടെ പോക്കറ്റിലുള്ള ഡോളേഴ്സ്, അമേരിക്കൻ ജനങ്ങളുടെ പോക്കറ്റിലുള്ള ഡോളേഴ്സ് ട്രംപ് മറ്റുള്ള രാജ്യങ്ങൾക്ക് താരിഫ് എന്നുള്ള പേരിൽ സ്വന്തം രാജ്യത്തിലുള്ള സിറ്റിസൺസിന്റെ പോക്കറ്റിലുള്ള പൈസ തന്നെ ട്രഷറിയിലേക്ക് വീണ്ടും കളക്ട് ചെയ്യാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പം അമേരിക്കയുടെ ഉള്ളിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ അവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ വിലക്കുറവ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. കാരണം ഒരു ചെരുപ്പ്, ഇന്ത്യയിൽ നിന്നൊരു ചെരുപ്പ് പോകുന്നുണ്ട്, അതിന് $10 വില എന്ന് വെച്ചാലോ. ഇത്ര നാളും $10 കൊടുത്ത് ആ ചെരുപ്പ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ $10 + 25 കൊടുക്കേണ്ടി വരും, 250 കൊടുക്കുന്നു വെച്ചോ. അപ്പോൾ 1250 ആവും. $1250 കൊടുത്ത് ഇപ്പോൾ ആ ചെരുപ്പ് മേടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അമേരിക്കയുടെ ഉള്ളിൽ ഇതേ ചെരുപ്പ് മാനുഫാക്ചറിങ് കമ്പനി അവിടെ ഉണ്ട്, അവിടെ അവൈലബിൾ ആണ് ഈ ചെരുപ്പ്. നിർബന്ധിതമായിട്ട് ഈ ഒരു ചെരുപ്പിന്, ഈ ബ്രാൻഡിലുള്ള ഈ ചെരുപ്പിന് $1250 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ക്വാളിറ്റിയിലുള്ള ഇതിനോട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എത്രയായിരിക്കും ഇതിന് വില വെക്കുന്നത്? ഓഡ് പ്രൈസ് എന്നുള്ള നിലയിൽ ഒരു 12.25, 12.50 പകരം 12.25, 12 ആ റേഞ്ചിലായിരിക്കും കൊടുക്കുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ പോവുകയാണ്. അത് ഓൾറെഡി വർദ്ധിച്ചു എന്നാണ് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടത്. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതിനുള്ള തിരിച്ചടി ട്രംപിന് കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ഇനി കമ്പനികളെല്ലാം തന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് കുറയ്ക്കും. ഇപ്പോൾ പണ്ട് ഫോർ എക്സാമ്പിൾ അഡിഡാസ് ഇപ്പം പുറത്ത് നിർമ്മിക്കുന്നത് ലോ കോസ്റ്റ് എക്കോണമിയിൽ മാനുഫാക്ചറിങ് ചെയ്ത് അമേരിക്കയുടെ ഉള്ളിൽ കൊണ്ട് വിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് ലാഭം കിട്ടും. അതുകൊണ്ടാണ് അമേരിക്കൻ കമ്പനികളൊക്കെ ഡോളർ ബേസ്ഡ് എക്കോണമി വിട്ടിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം അങ്ങനെ പുറത്ത് ഒരു മാനുഫാക്ചറിങ് ചെയ്ത് അമേരിക്കയുടെ ഉള്ളിലേക്ക് കൊണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? പല വെറൈറ്റി ഓപ്ഷൻസ് ഓഫ് പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുമായിരുന്നു. ഓപ്ഷൻസിലും പല കാറ്റഗറിയിൽപ്പെട്ട പ്രോഡക്റ്റുകൾ. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ ചോയ്സ് വളരെ കുറവായിരിക്കും. പണ്ട് ഒരു 10 മോഡൽ 15 മോഡൽ ചെരുപ്പുകൾ അവിടെ ഇപ്പം അഡിഡാസിൻ്റെ ഒരു 10 മോഡൽ 15 മോഡൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇനി ഒരു 4 or 5 ആയിരിക്കും ഓപ്ഷണലായിട്ട് അവിടെ കൊടുക്കാൻ പറ്റുക. അവർക്ക് അത്രമാത്രം ഇമ്പോർട്ട് ബേർഡൻസ് വരുന്നുണ്ട്. കാറ്റഗറിക്കലി വളരെ അളന്ന് കുറിച്ച് കൃത്യമായിട്ടുള്ള മോഡലുകൾ മാത്രമേ അവരവിടെ സപ്ലൈ ചെയ്യുള്ളൂ. ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി അമേരിക്കയുടെ ഉള്ളിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കമ്പനികളൊക്കെ തൊഴിലാളികളെ പിരിച്ചുവിട്ട് തുടങ്ങും. കാരണം ഈ ടാരിഫിൻ്റെ ആ ഒരു കണക്കിൽപ്പെടുത്തി കുറേ പൈസ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡെഫിസിറ്റ് നികന്നു പോവേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ പിരിച്ചുവിടും. അതിപ്പോൾ ചെറിയ കമ്പനികളാണെങ്കിൽ ആ തോതിൽ പിരിച്ചുവിടും, വലിയ കമ്പനികളാണെങ്കിൽ മാസമായിട്ടും ലേ ഓഫ് സംഭവിക്കും. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഉടനെ തന്നെ സംഭവിക്കും എന്നാണ് പറയുന്നത്. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ മാസങ്ങളിൽ തന്നെ തുടർച്ചയായിട്ട് നടക്കും. ഇന്ന് തന്നെ അമേരിക്കയുടെ ഉള്ളിൽ ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ട്രംപ് പൊസിഷനിൽ വന്നതിന് ശേഷം ഫെബ്രുവരി തൊട്ട് ഇങ്ങോട്ട് ഉള്ള കാൽക്കുലേഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് അതിൽ തന്നെ ഗവൺമെൻറ് ജോലി ഓപ്ഷൻ അതിൽ തന്നെ ഗവൺമെൻറ് തൊഴിൽ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം എടുത്ത കാൽക്കുലേഷൻ്റെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഇതുവരെ ഫെബ്രുവരി മുതൽ ഈ മാസം വരെ എടുത്ത കണക്ക് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാർത്ത. പിന്നെ തുടരെ ഇന്ത്യയുടെ മേലുള്ള ആരോപണങ്ങളും വലിയ രീതിയിലുള്ള പ്രഷറും, പ്രത്യേകിച്ച് ഈ ഉക്രൈനിലെ യുദ്ധത്തിനെ റഷ്യയിൽ നിന്നും ഓയിൽ മേടിച്ച് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമൻ്റ് ഇടുന്നത് പ്രത്യേകിച്ചും യൂറോപ്പാണല്ലോ ശരിക്കും റഷ്യയുമായിട്ട് എതിരെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ത്രൂ യൂറോപ്യൻ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ എയിം ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ കമ്പനികളുമായിട്ട് പല കരാറുകളും ഇന്ത്യ വെച്ചിട്ടുണ്ട്. അപ്പം അത് നടക്കാൻ പാടില്ല. കാരണം ഓൾറെഡി തന്നെ നമ്മൾ UK-യുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഫ്രീ ട്രേഡ് വെച്ചിട്ടുണ്ട്. ഇനി യൂറോപ്പ് മാർക്കറ്റും കൂടി ഇന്ത്യ കൈയടക്കി കഴിഞ്ഞാൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് ഒന്നുമല്ലാതെ ആകും എന്നുള്ളൊരു പേടിയും കൂടിയുണ്ട് ട്രംപിന്. അതുകൊണ്ടാണ് തുടരെ ഇന്ത്യക്ക് മേളിൽ ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉക്രൈനിലെ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പ് തന്നെയും നല്ല രീതിയിലുള്ള പർച്ചേസ് റഷ്യയുടെ സൈഡിൽ നിന്ന് നടത്തുന്നുണ്ട്. യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉക്രൈൻ്റെ ഉള്ളിലുള്ള പൈപ്പ് ലൈനിലൂടെ റഷ്യ ഗ്യാസ് യൂറോപ്പിലേക്ക് വിറ്റതും അതിൻ്റെ ഒരു വിഹിതമായിട്ടുള്ള പൈസ ഉക്രൈന് തന്നെ പേയ്മെൻ്റ് ആയിട്ട് യൂറോപ്യൻസ് കൊടുത്തതെല്ലാം തന്നെ ഓൾറെഡി തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷനാണ് അവിടെ നടന്നത്. ആൾക്കാരിന് പുറത്ത് ടൂറിസ്റ്റുകളായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ നിന്നൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അമേരിക്കയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളായിക്കോട്ടെ, ഇനി ഏതെല്ലാം ഇപ്പം അമേരിക്കയെ ചുറ്റിപ്പറ്റി വെച്ചാൽ കാനഡയും മെക്സിക്കോയും വിടും, മറ്റുള്ള ഏതെങ്കിലും ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ ടാക്സ് ഇല്ലാണ്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ഇനി ചൈനയൊക്കെ ആ രീതിയിലുള്ള മാർക്കറ്റുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആഫ്രിക്കൻ റീജിയനുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചൈനയുടെ കീഴിലോ ഇന്ത്യയുടെ കീഴിലോ ഒക്കെ റഷ്യയുടെ കീഴിലൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരൊക്കെ മാനുഫാക്ചറായിട്ട് ഇരിക്കുന്ന കമ്പനികൾ ഈ രാജ്യങ്ങളുടെ കീഴിലേക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ ഏറ്റവും കൂടുതൽ താരിഫ് മേടിച്ച് വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ, ഏത് രാജ്യങ്ങൾക്കൊക്കെയാണോ താരിഫ് ഏറ്റവും കൂടുതൽ ട്രംപ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആ രാജ്യങ്ങളൊക്കെ അവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് അവരൊക്കെ ഏതെങ്കിലും ഒരു താരിഫ് കുറഞ്ഞ രാജ്യങ്ങളെ വെച്ചുകൊണ്ട് കച്ചവടം നടത്തും. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു വളഞ്ഞ മൂക്ക് പിടുത്തം ആ രീതിയിൽ പോകും. ചിലപ്പോൾ 2 രൂപ 3 രൂപ ഈ താരിഫ് കുറഞ്ഞ രാജ്യത്തിനൊരു ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ അതുവഴിയും കൂടി അമേരിക്കയുടെ ഉള്ളിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഇതിൻ്റെ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. പക്ഷെ അതേസമയം അമേരിക്കൻസിൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം ഏതാണ്ട് ഈ ഒരു 1 ഇയറിൽ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഏതാണ്ട് $300 ബില്യൺ അമേരിക്കൻ ട്രഷറിയിലേക്ക് ഈ താരിഫ് ഇനത്തിൽ ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്.
ഈ പൈസ എല്ലാം തന്നെ അമേരിക്കൻസിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് ട്രഷറിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.